വരികളൊന്ന് നോക്കണം. അവിടെ വെടിയുതിർക്കാനുള്ള ഉത്തരവ് ഞാൻ ബോധപൂർവം നൽകിയതാണ്. ജനങ്ങൾക്കിടയിൽ ഭരണത്തോട് പേടി ഉണ്ടാകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാനും നിയമലംഘനത്തിന് മുതിർന്നവർക്ക് പാഠം നൽകാനുമാണ് ഈ നടപടി. വെടിയുതിർക്കാതെ ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ ജനങ്ങൾക്കൊരു ഭയം ഉണ്ടാകില്ല. ഒട്ടും മടിക്കാതെ തുടർച്ചയായി വെടിവെക്കാൻ ഞാൻ നിർദ്ദേശം നൽകി. ഇത്തരം ഒരു പ്രതിഷേധം വീണ്ടും ആവർത്തിക്കരുത് എന്നതായിരുന്നു ലക്ഷ്യം. മെഷീൻ ഗണ്ണുകൾ ഉപയോഗിക്കാൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിക്കുമായിരുന്നു. വെടിയേറ്റവർക്ക് വൈദ്യസഹായം നൽകുന്നത് എന്റെ ഉത്തരവാദിത്തമല്ല. അതിന്റെ കൂടെ അശ്ലീലവും അസഭ്യവും കൂടെ പറഞ്ഞു വ്യത്യാസമേ ഉള്ളൂ. ബ്രിട്ടീഷുകാരനായിരുന്ന ജനറൽ ഡെയർ പറഞ്ഞ അതേ സ്വരവും അതേ ഉദ്ദേശവും അതേ ഇന്റൻഷനും ശ്രീ ടി ജി മോഹൻദാസിന്റെ വാക്കുകൾ വായിക്കാം. ജന്തർ മന്ദറിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ 3 പ്രാവശ്യം ആവശ്യപ്പെടും, എന്നിട്ട് വെടിവെക്കും. അടുത്ത വരികളാണ്: ആളുകൾ ചിതറിയോടും, കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, ചിലർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പറക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. മരിച്ചു വീഴുന്ന ഇന്ത്യൻ യുവത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ശവങ്ങൾ പെറുക്കിയെടുത്ത് ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. ഞാൻ എങ്ങനെ ചെയ്യും? ഇതൊരു സൊല്യൂഷനാണ്. ഇതും ജനറൽ ഡയർ എന്ന് പറയുന്ന ജലിയൻ വാലാ ബാഗിൽ ഇന്ത്യക്കാരെ കൂട്ടപ്പെടുത്തി ചെയ്ത ബ്രിട്ടീഷ് പട്ടാള കിരാത മേധാവി തമ്മിൽ എന്ത് വ്യത്യാസമാണ്? എന്നിട്ട് അടുത്ത വാക്കുകളിൽ ഞാൻ ഒരു വാക്ക് പറയുന്നില്ല, എല്ലാരും കേട്ടിട്ടുണ്ടാവും. ആ വാക്ക് അസഭ്യത്തിന് വേണ്ടി മാത്രമല്ലാതെ ആരും പ്രയോഗിക്കാത്തൊരു വാക്കാണ്. ആ വാക്ക് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ളത് വായിക്കാം. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് ജന്തർ മന്ദർ പ്രതിഷേധത്തിന് വന്നത്. അതിന്റെ പൂർണ്ണ പരാമർശം: ബലാത്സംഗം കൂട്ട ബലാത്സംഗമായിട്ട് നടക്കും. പിന്നെ ദൈവം സഹായിച്ച് അതിന് പരാതി ഒന്നും ഉണ്ടാവില്ല. കാരണം ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴിയിലൂടെ ദിവസവും ഒരു പ്രത്യേക വാക്ക്, ആ വാക്കിന്റെ സഭ്യമായ വാക്ക് ഞാൻ പറയാം. ഈ വഴിയിലൂടെ, അതായത് ജന്തർ മന്ദറിലെ വഴിയിലൂടെ ദിവസവും ലൈംഗിക വേഴ്ചയാണ് നടക്കുന്നത്. ആ വാക്ക് എന്താ നിങ്ങൾക്ക് മനസ്സിലാണ്? അങ്ങനെ ഒരു പ്രയോഗം സിനിമയിൽ പോലും സെൻസർ ചെയ്യപ്പെടുന്നതാണ്. അതായത് അങ്ങനെ മോശമായിട്ട് ലൈംഗികതയെ പരാമർശിക്കുന്ന, സ്ത്രീ പുരുഷ ബന്ധങ്ങളെ പരാമർശിക്കുന്ന ഒരു വാക്ക്. ആ വഴിയിലൂടെ ദിവസവും ലൈംഗിക വേഴ്ചയാണ് അവിടെ നടക്കുന്നത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ, പെൺകുട്ടികളുണ്ട്. ഈ ഒരു പരാമർശം വന്നിട്ട് ശ്രീ ടി ജി മോഹൻദാസ് 2, 2.5, 3 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. എനിക്ക് എന്താ പറയണേ, എനിക്കൊരു മലയാളി എന്ന നിലയിൽ, ഇത് കാണുന്ന വ്യക്തി എന്ന നിലയിൽ അത്ഭുതം തോന്നുക. ഇനി എല്ലാ ആദരവോടെ പറയട്ടെ, കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഒരു ആരാധകനാണ് ഞാൻ. പക്ഷെ പോലീസ് എന്തിനാണ് താളം ചവിട്ടുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്നലെ ഡെപ്യൂട്ടി സ്പീക്കർ, യൂത്ത് കോൺഗ്രസ്, ഈ നാട്ടിലെ എല്ലാവരും പറയുന്നുണ്ട് പോലീസുകാർ ഗവേഷണം നടത്തുകയാണ്, ഇതിന് ഡോക്ടറേറ്റ് തോന്നുന്നത് എഴുതുകയാണ്. പോലീസുകാർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് പ്രൊവോക്കേഷൻ, ഇപ്പൊ ഇട്ടിരിക്കുന്ന വകുപ്പുകൾ മറ്റേ കോസിംഗ്, റൈറ്റ് തുടങ്ങിയ വകുപ്പുകളാണ്. 152, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യേണ്ട വകുപ്പുകളാണ്. ഇത് ഇന്നലെ അസാമിലെ 3 ചെറുപ്പക്കാരെ രാജ്യദ്രോഹ